ഹലോ ഗ്രാമ്പൂരമണ, എന്തുവാടാ കറുകപ്പട്ട കുട്ടപ്പ? എടാ ഞാൻ ഇവിടെ 100 പേർക്കുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കുമായിരുന്നു. നീ എനിക്കൊരു വീഡിയോ ഇട്ടൊന്നില്ലയോ? അത് നോക്കിയാ ഞാൻ ഉണ്ടാക്കിയത്. ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ പെണ്ണുമ്പിള്ള പറഞ്ഞാൽ അതിന്റെ അടിയിലെ ലാസ്റ്റിലെ ഏതാണ്ട് ഇടണമെന്ന് പറഞ്ഞാൽ അപ്പോഴത്തേന് കട്ടായി നെറ്റും പോയി. എന്തോ ഇടണമെന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനം ഇടണമെന്ന് പറഞ്ഞായിരുന്നു. അണ്ടിപ്പരിപ്പിട്ടായിരുന്നോ? അണ്ടിപ്പരിപ്പിട്ടു. ഉണക്കമുന്തിരി ഇട്ടായിരുന്നോ? ഉണക്കമുന്തിരി ഒക്കെ ഇട്ടോ? പിന്നെന്തോ അല്ലാതെ ഇടുന്നേ? ലക്കോ കമ്മന്റോ എന്താ പറഞ്ഞൊരു സാധനം ഇടണമെന്ന് പറഞ്ഞായിരുന്നു. അതെന്തോടാ അത്? എടാ പ്രാന്ത, അവരുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിന് ലൈക്കും കമന്റും ഇടാൻ അവര് പറഞ്ഞത് കേട്ടോ. അങ്ങനെയാണ് പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത്. എന്റെ പൊന്നു ദൈവം തമ്പുരാനെ, ഞാനിപ്പോ എന്തോ വിചാരിച്ചു കൊടുക്കുന്നത് എബ്രാളപ്പെട്ട് പോയനായിരുന്നല്ലോ. എത്ര പേർ സദ്യ അവിടെ? ഇവിടെ 100 പേരുള്ള ഇതാണ് ബിരിയാണിയാണ് വേണ്ടതെന്ന് പറഞ്ഞത്. ഉണ്ടാക്കിയ നീ 100 പേർക്ക്? 100 പേർക്ക് പറഞ്ഞ് നീ ഇട്ട് തന്ന വീഡിയോ ഇല്ലയോ? അത് 10 പേർക്കുള്ളതാണ് കാണിച്ചത് അവര്. അപ്പൊ ബാക്കി 90 എന്തോ യൂനിയം? ഞാൻ അടുക്കിനടുക്കിന് 10 പേർക്കായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതില്. എടാ മണ്ട, അത് കണക്ക് കൂട്ടി ഒരളവെടുത്തങ്ങ് ചെയ്താ പോരായോ? എടാ ഈ അളവും കാര്യങ്ങളും അറിയാമെങ്കിൽ ഞാൻ ഈ പണിക്ക് ഇറങ്ങി വരുന്നത്. തല്ലിക്കൂട്ടി എങ്ങനെയാണ് എനിക്ക് വൈകിട്ട് ചില പൈസ ഉണ്ടാക്കണടാ. അത് തല്ലിക്കൂട്ടി വെച്ചിട്ടുണ്ട്. ചുമ്മാ അടിച്ചിട്ട് നിന്നോളൂ അവന്മാരൊക്കെ. നീ വെച്ച ഞാനിവിടെ ജോസഫ് സാറിന്റെ വീട്ടിലെ പാല് കാച്ചി നടക്കും. അതിന് ലൈവ് ആഹാരം ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുക. നീ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കല്ലേ ഇനി? അയ്യോ അത് പൊന്നു ദൈവമേ. അടുപ്പിനകത്ത് ഊതി ഊതി വിയർത്തങ്ങ് ശരീരം മൊത്തം. ഇനി സലാഡ് ഉണ്ടാക്കാനുള്ള പാത്രം ക്ലീൻ ആക്കി വെക്കാൻ ഒരാള് ഇതിനകത്തിലേക്ക് ഉണ്ടാക്കി വെക്കണം. ഇനി ഇനി ഇത് കോരി അതിനകത്തോട്ട് ഇടണം. അത് ക്ലീൻ ചെയ്തില്ല. ഇനി കയ്യും എത്തത്തില്ല, നാശം. എന്തൊക്കെ പ്രയാസങ്ങളാന്നു പാചകം. ഇതാരായി നിക്കുന്നേ? വന്നട്ടെ വന്നിങ്ങോട്ട് കേറിയാട്ടെ. അല്ല വന്നിട്ട് കേറാൻ പറഞ്ഞത്. പാചകത്തിന് വന്നേന്നോ? അന്ന് ആ കാര്യം നോക്കിയാ മതി. ഞാൻ ഇത് ചെയ്തത് വൈകിട്ട് ഫംഗ്ഷന് വരുന്ന ആൾക്കാരെ എങ്ങനെ വെൽക്കം ചെയ്യാന്നുള്ള റിഹേഴ്സലാ. എന്തോ നിപ്പ, അതിങ്ങോട്ട് വന്നാട്ടെ. അയ്യോ ഗിഫ്റ്റ് ഒന്നും ഇത്രയും വലിയ ഗിഫ്റ്റ് ഒന്ന് പിടിച്ചു. സത്യം പറഞ്ഞ ഇവർക്ക് തലക്ക് വെളിവില്ലാത്ത ഫംഗ്ഷൻ ആണെന്ന് ഇവിടെ നടത്തുന്നത്. അല്ല ഞാൻ ഇവിടെ എന്നോട് 100 പേർക്കുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കി തരണമെന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്തുവാ നടക്കുന്നതെന്ന് എന്നോട് പറഞ്ഞില്ല. എന്താ വിശേഷം? ഒന്ന് പിടിക്കണം. അത് ഈ തിരക്കിനിടയ്ക്ക് മറന്നു പോയത് കേട്ടോ. ആക്ച്വലി ഇന്ന് എന്റെ ഭർത്താവ് ഇന്നും കൂടിയേ ഉള്ളൂ. ഒരാളുടെ അവസാനത്തെ ആഗ്രഹമാണോ 100 പേർക്കുള്ള ബിരിയാണി ഒറ്റയ്ക്ക് തിന്നണമെന്ന്? അതല്ല, നിങ്ങൾ അറിയുമായിരിക്കും, PK ക്ഷീണിതൻ വില്ലേജ് ഓഫീസറാ. ഓ PK ക്ഷീണിതൻ സാറ്. അതെ ഉള്ളൊരു വീടാണ് ഇത്. അതെ, കുറെ വർഷങ്ങൾക്ക് ശേഷം 10-35 കൊല്ലമായിട്ട് സർവീസ് ചെയ്യുന്ന ആളെ ഇന്ന് വിരമിക്കുക. അറിയാം, ഇവിടുത്തെ വില്ലേജ് ഓഫീസിൽ ഇരുന്നിട്ടുണ്ട് ആള്. എനിക്കറിയാം, ഞാൻ പോയിട്ട് സാറിനെ കണ്ടിട്ടുണ്ട്. അതാ, ചോദിക്കുന്ന പൈസ നമ്മൾ തരും. ഫുഡ് നല്ല കൃത്യമായിട്ട് ഉണ്ടാക്കണം. എന്റെ കാര്യത്തിലൊന്നും വിഷമിക്കണ്ട, അടിപൊളി ഫുഡാണ്. കിടക്കനായിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അല്ല, ഈ ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ മസാല അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇതിന്റെ എന്റെ അച്ഛന്റെ മസാല കൂട്ടാ. എന്റെ അച്ഛനാണ് ഈ മസാലകൾ ഉണ്ടാക്കുന്നത്. അച്ഛൻ ഭയങ്കര മസാലയാ. ആള് വന്നിട്ടുണ്ടോ? അച്ഛനെ ഒരു കൊല്ലമായിട്ട് വയ്യാതെ കിടപ്പാ. അപ്പൊ ഈ മസാലയൊക്കെ കിടപ്പാ, അതിൽ മസാല ഉണ്ടാക്കാൻ എടുക്കണം അവിടെ കിടക്കണം. കഴിവാ കേട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. എന്തോ സദ്യയായിരുന്നു അറിയോ. പരിപ്പ്, പപ്പടം, പായസം, പഴം, തോരൻ. അത് നമ്മുടെ തിരുവല്ലയിലെ ജംഗ്ഷൻ അങ്ങോട്ട് തിരിഞ്ഞെടുത്ത് അവരുടെ വീടായിരുന്നു. അത് പറ, അത് ഞാനാ ഉണ്ടാക്കിയത്. ആ സദ്യ ഞാനാ ഉണ്ടാക്കിയത്. പക്ഷെ നിങ്ങൾ അവിടെ കണ്ടില്ലല്ലോ. എനിക്ക് അതിന് ക്രെഡിറ്റ് വേണ്ട. നടത്തി കഴിഞ്ഞാൽ അന്നേരം അവിടെ ജമ്പ് ചെയ്ത് ചാടി പോകും. ഇവിടെ അങ്ങനെ വരുന്നത് വിളമ്പി കഴിഞ്ഞാൽ ഇവിടെ തന്നെ കാണണം കേട്ടോ. ഇവിടെ എനിക്ക് ക്രെഡിറ്റ് വേണം. GPayയില് അത് തരും.